പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയത്തെ എതിർക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നിലപാടിനെ അനുകൂലിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും. മറ്റെല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നതുപോലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയത്തെയും സ്റ്റാലിൻ എതിർക്കുകയാണ്. സ്റ്റാലിൻ്റെ വാദം ഇന്ത്യയിലെ ജനസംഖ്യാ നിയന്ത്രണത്തെ തെക്കൻ സംസ്ഥാനങ്ങൾ അനുകൂലിച്ചപ്പോൾ ഈ ജനസംഖ്യാ നിയന്ത്രണം പാലിക്കാത്ത വടക്കൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കൂടുകയും ഇപ്പോൾ പുതിയ പുനർനിർണയം ജനസംഖ്യാ അടിസ്ഥാനത്തിലായതിനാൽ വടക്കൻ സംസ്ഥാനങ്ങളുടെ പാർലമെൻ്ററി അംഗത്വം പ്രാതിനിധ്യം കൂടുകയും തെക്കൻ സംസ്ഥാനങ്ങളുടെ പാർലമെൻ്ററി അംഗത്വ പ്രാതിനിധ്യം കുറയുകയും ചെയ്യുന്നു എന്നാണ് സ്റ്റാലിൻ ആരോപിക്കുന്നത്. ഇതിനെതിരായി ദേശീയ തലത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് സ്റ്റാലിൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരായ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. അത് രൂപയുടെ ചിഹ്നത്തിലായാലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന കാര്യത്തിലായാലും ഹിന്ദി വിരോധത്തിൻ്റെ കാര്യത്തിലായാലും പ്രാദേശിക വർഗീയ വികാരങ്ങൾ ഉയർത്തിവിടാനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ്റെ വാദം പുതിയ പാർലമെൻ്ററി മണ്ഡലങ്ങളുടെ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനഃസംഘടന വരുന്ന സമയത്ത് തെക്കൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയുമെന്നാണ്. എന്നാൽ ഇതുവരെ CPM ഈ വാദത്തെ പിന്തുണച്ചിരുന്നില്ല. ഇപ്പോൾ പരസ്യമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും സ്റ്റാലിൻ്റെ വാദത്തെ അനുകൂലിക്കുകയാണ്. അത് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട് നിയമസഭാ പാർലമെൻ്ററി മണ്ഡലങ്ങളുടെ എണ്ണം കുറയുന്നത് നീതിക്ക് നിരക്കാത്തതാണ് എന്നാണ് പിണറായി വിജയൻ്റെ വാദമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ 2006 നടന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ പുനഃസംഘടനയെ എന്തുകൊണ്ട് പിണറായി വിജയൻ എതിർത്തില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളത്തിലെ UDFും LDFും ഈ പുനഃസംഘടനയെ അനുകൂലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. 2006 നടന്ന പുനഃസംഘടനയ്ക്ക് ശേഷം കേരളത്തിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വന്നിരുന്നില്ല. 140 അസംബ്ലി മണ്ഡലങ്ങളിൽ 140 തുടർന്നു. എന്നാൽ കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂടുകയും തെക്കൻ ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുകയുമാണ് ചെയ്തത്. ഇത് കാര്യമായും മുസ്ലിം ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മുസ്ലിം സ്വാധീനമുള്ള ജില്ലകളിലാണ് മണ്ഡലങ്ങളുടെ എണ്ണം കൂടിയത്. അതേസമയത്ത് ഹിന്ദു ക്രിസ്ത്യൻ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്തു. കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ മതപരമായ ഡെമോഗ്രഫിയിൽ വന്ന മാറ്റമാണ് ഇതിന് കാരണം. 2006 നടന്ന പുനഃസംഘടനയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങൾ 5 തന്നെ തുടർന്നെങ്കിലും കണ്ണൂർ ജില്ലയിൽ 1 മണ്ഡലമാണ് വർദ്ധിച്ചത്, 10-11 മാറി. വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങൾ 3 തന്നെ തുടർന്നു. കോഴിക്കോട് ജില്ലയിലെ 12 മണ്ഡലങ്ങൾ 13 മാറി. ഏറ്റവും അത്ഭുതകരമായ മാറ്റം സംഭവിച്ചത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ പുനഃസംഘടനയ്ക്ക് മുമ്പ് 12 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് 16 വർദ്ധിച്ചു. പാലക്കാട് ജില്ലയിൽ 11-12 വർദ്ധിച്ചു. എന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള ജില്ലകളിലൊക്കെ തന്നെ മണ്ഡലങ്ങൾ അതാത് നിലയ്ക്ക് നിൽക്കുകയോ അല്ലെങ്കിൽ അവരുടെ എണ്ണം കുറയുകയാണ് ചെയ്തത്. തൃശ്ശൂരിൽ 1 മണ്ഡലം കുറഞ്ഞു, 14 മണ്ഡലം എന്നുള്ളത് 13 മാറി. എറണാകുളത്ത് മാറ്റം വന്നില്ല, ഇടുക്കിയിലും മാറ്റം വന്നില്ല. എന്നാൽ കോട്ടയത്ത്, ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ കോട്ടയത്ത് അത് 10 നിന്ന് 9 കുറഞ്ഞു. ആലപ്പുഴയിൽ, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ ആലപ്പുഴയിൽ അത് 11 നിന്ന് 9 കുറഞ്ഞു, 2 കുറഞ്ഞു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ പത്തനംതിട്ടയിൽ അത് 7 നിന്ന് 5 കുറഞ്ഞു. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ കൊല്ലത്ത് അത് 12 നിന്ന് 11 കുറഞ്ഞു. തിരുവനന്തപുരത്ത് കാര്യമായ മാറ്റം സംഭവിച്ചില്ല. അങ്ങനെ മണ്ഡലം പുനഃസംഘടനയ്ക്ക് മുമ്പ് 140 മണ്ഡലങ്ങളുണ്ടായത് മണ്ഡലം പുനഃസംഘടനയ്ക്ക് ശേഷവും 140 ആയെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറത്തെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം 12 നിന്ന് 16 വർദ്ധിച്ച സമയത്ത് പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമൊക്കെ ഗണ്യമായിട്ട് കുറയുകയാണ് ചെയ്തത്. അന്ന് ഇതിനെ എതിർക്കാതിരുന്ന CPMും UDFനും ഇപ്പോൾ ദേശീയ തലത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം നടക്കുന്ന സമയത്ത് എതിർക്കാൻ എന്ത് ധാർമ്മികമായ അവകാശമാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.